പത്മകുമാറിൻ്റെത് തെറ്റായിട്ടുള്ള സമീപനമാണെന്ന് ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് സംശയമുള്ളത്? വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നത് മന്ത്രി എന്നുള്ള നിലയിൽ സ്ഥിരം ക്ഷണിതാവ് എന്നുള്ള നിലയിലാണ്. അത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. ഒരു അഡീഷണലായിട്ട് ഒരു സ്ഥിരം ക്ഷണിതാവിനെ വെക്കുകയാണ് എന്ന് സംസ്ഥാന സമ്മേളന പ്രതിനിധികളോടെല്ലാം പറഞ്ഞതാണ്. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജിനെ പോലുള്ള ഒരാൾ നിശ്ചയമായിട്ട് സംസ്ഥാന സമിതിയിൽ വരുന്നത് അവർക്കും പാർട്ടിക്കും ആരോഗ്യ വകുപ്പിനും ഗുണകരമാണ്. ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അവരെ ആക്കിയത്. നേരത്തെ രവീന്ദ്രനാഥ് സാർ ഉണ്ടായിരുന്നു. സാർ ഇവിടെ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാക്കിയത്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയാണ്. ആരോഗ്യ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളെ സംബന്ധിക്കുന്ന ചർച്ചകൾ സംസ്ഥാന സമിതിയിൽ നടക്കും. ആ ചർച്ചകൾ കേൾക്കാൻ കൂടെ ആ ബന്ധപ്പെട്ട മന്ത്രി ഉണ്ടെങ്കിൽ അത് ഗുണകരമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ ഒരു കുറവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ പറയുന്നത് പാർട്ടി നോക്കുന്നത് പാർട്ടിക്കകത്തുള്ള നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മെറിറ്റായിരിക്കും. അത് നോക്കി എടുക്കുന്ന തീരുമാനങ്ങളാണ്. ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടി എടുക്കാറുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. എനിക്ക് കണ്ണൂരിലെ രാഷ്ട്രീയവുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല. അതെല്ലാം അവിടെ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശരിമയാർന്ന രാഷ്ട്രീയ സംഘടനാ നിലപാടാണ് ഈ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കൊല്ലം സമ്മേളനം എടുത്ത് ഇത്ര ചിട്ടയായിട്ടുള്ള ഒരു സമ്മേളനം. യഥാർത്ഥത്തിൽ വളരെ ഗംഭീരമായിട്ട് സമ്മേളനം നടന്നപ്പോൾ 25,000-ഓളം വരുന്ന റെഡ് വോളണ്ടിയർമാരുടെ മാർച്ച്, ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന ബഹുജനങ്ങളുടെ വലിയ സംഗമം, അങ്ങനെ നാടും നഗരവും ഇളക്കി മറിച്ച് നടന്നതായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള സമ്മേളനത്തിൽ ഒരു കുറ്റവും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരു കുറ്റവും കാണാൻ സാധിക്കാത്തതുകൊണ്ട് പാവപ്പെട്ട എന്നെപ്പോലുള്ള ആളുകളെ ഒരു ഇരയാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ദയവ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇരയായിട്ട് നിൽക്കാൻ തയ്യാറല്ല. ഞാനങ്ങനെ ഇരയാകാനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് യാതൊരു മോഹവുമില്ല, ഒരു താല്പര്യവുമില്ല. ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ്. പാർട്ടി എനിക്ക് ഒരുപാട് തന്നു എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ.